ഈ സാരി ഉടുത്തപ്പോൾ ഞാൻ അറിഞ്ഞില്ല എനിക്കൊരു ഹെഡേക്ക് തരും ഈ ഒരു സാരി ഉടുപ്പെന്ന്. പക്ഷെ എങ്ങനെയാ ഓരോ അവളുമാരെ എസ്തെറ്റിക് ആയിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇടുന്നത്? കാക്ക വിളിച്ചാൽ കൊക്കാകില്ല എന്ന് എൻ്റെ അടുത്ത് എപ്പോഴും അപ്പു പറയാറുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആകെ ചൊറ പിടിച്ച് നിൽക്കുമ്പോഴാണ് കുറച്ചും കൂടി ഹെഡേക്ക് തരാനായിട്ട് എൻ്റെ ഈ കേളറില്ലേ, എൻ്റെ കേളറാണെങ്കിൽ ഒരു വിധത്തിൽ റെഡി ആവുന്നില്ല. അങ്ങനെ പൊട്ടക്കണ്ണ മാവിലെറിഞ്ഞ അടക്ക് ഒരു സൈഡിലെ കേൾ റെഡിയായി. പിന്നെ ആ കേൾ റെഡിയായത് ഞാൻ പോയി കണ്ണാടിയിൽ അങ്ങടും ഇങ്ങടും ഒക്കെ നോക്കും. എന്തൊരവസ്ഥയാന്ന് നോക്ക്. ഹെയറിന്റെ കാര്യം ഒന്ന് സെറ്റ് ചെയ്തപ്പോൾ കാണാം അടുത്ത കമ്മലാണെങ്കിൽ ഒരു വിധത്തിൽ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. കാണാം ലവൻ വന്നു എന്റെ ഹെഡേക്ക് തരാനായിട്ട്. അവനെ വന്ന് നോക്കിക്കൊണ്ട് നിന്നു. ഞാൻ എന്താ നോക്കുന്നത്, കണ്ണു കുത്തി പൊട്ടിക്കും എന്ന് പേടിച്ച് അവനങ്ങ് പോയി. അവസാനം അവനങ്ങ് പോയതും എന്റെ കമ്മൽ സെറ്റായി. അതിട്ട് കഴിഞ്ഞിട്ട് അങ്ങടും ഇങ്ങടും വീണ്ടും നല്ല ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഇരിക്കുമ്പം എന്തായാലും നല്ലൊരു എസ്തെറ്റിക് ഫോട്ടോസ് എടുക്കണമല്ലോ. എന്നാൽ പിന്നെ അവനെ തന്നെ വിളിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പുനെ വിളിച്ചു. അപ്പൊ കാണാം അവിടെ ഇരുന്ന പൂവിൽ നിന്ന് എന്തൊക്കെയോ നുള്ളി ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ചു. അതിനുശേഷം അവൻ പറയുകയാണ് എന്റെ ഹെയർ സ്റ്റൈൽ ഒട്ടും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അവൻ എന്റെ മുടി അങ്ങടും ഇങ്ങടും ഒക്കെ വെച്ചു. അവൻ തന്നത് ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ഒരു കാട്ടുചെമ്പകം ഞാൻ എന്റെ തലയിലേക്ക് അങ്ങ് ചൂടി. എന്നിട്ട് നല്ല രീതിയിൽ അങ്ങടും ഇങ്ങടും നിന്ന് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. ഒട്ടും എനിക്ക് പറ്റുന്നില്ല. എന്നിട്ടാണെങ്കിൽ അവനിക്കാണെങ്കിൽ ഒരു വിധത്തിൽ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ അറിയില്ല. അങ്ങനെയാണ് ആ റൂമിന്റെ വീഡിയോ എടുത്തു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നന്നായിട്ട് നല്ല എസ്തെറ്റിക് ആയിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ആണെങ്കിൽ 2 മണിക്കൂർ എടുത്തു എനിക്കൊരു 2 ഫോട്ടോസ് എടുത്തു തരാൻ. എന്നിട്ട് ആ ഫോട്ടോസ് നോക്കി പറയാം എന്തേ നോക്ക് നീ നല്ല രസമുണ്ട്, തൃശ്ശയെ പോലെ ഇരിപ്പുണ്ടെന്ന്. എന്നിട്ട് എന്നോട് പറയുമോ അവൻ എന്നെ ഇത്രയും നന്നായിട്ട് പുകഴ്ത്തിയതല്ലേ തല ഒന്ന് മസാജ് ചെയ്തെടുക്കാം. ഞാൻ തല മാത്രമല്ല ഫേസും കൂടി ചെയ്തു കൊടുത്തു.